ഹായ് കൂട്ടുകാരെ, 2023 നടന്ന SSLC ഫസ്റ്റ് ടൈം എക്സാമിൽ നമ്മുടെ ഏത് ചാപ്റ്ററാണ് സമാന്തര ശ്രേണി അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. യൂണിറ്റിൻ്റെ ഈ ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അഞ്ചാമത്തെ ചോദ്യമാണ് 4, 7, 10. 4, 7, 10 ഇങ്ങനെ പോകുന്ന ഒരു ശ്രേണി. ഈ ശ്രേണിയിൽ ആദ്യ പദത്തിനോട് എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടിയാലാണ് 20ാം പദം ലഭിക്കുന്നത്? 20ാമത്തെ പദം കിട്ടണമെങ്കിൽ x1ന്റെ കൂടെ ഇത് തമ്മിൽ മൈനസ് ചെയ്യണം, 19d കൂട്ടണം. ശരിയല്ലേ? ഇങ്ങനെയാണ് അതിന്റെ സംഭവം. അപ്പോൾ എ ചോദ്യം എന്ന് പറഞ്ഞാൽ 19 ടൈംസ് അല്ലെങ്കിൽ 19 തവണ. 19 എന്ന് കഴിഞ്ഞാൽ കേട്ടോ. ഇനി ബി ചോദ്യം, അതായത് എത്ര തവണ ഡി കൂട്ടണമെന്നാണ് നമ്മളോട് ചോദിച്ചത് കേട്ടോ. ഇനി 103 ഈ ശ്രേണിയിലെ പദമാണോ? 103 പദമാണോ? സാധാരണ ഞാൻ കണ്ടുപിടിക്കുന്നത് 103 മൈനസ് 4 ചെയ്യും. 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 99 അല്ലേ? ഈ 99 ഈ നമ്മുടെ കോമൺ ഡിഫറൻസ് നോക്കുക. കോമൺ ഡിഫറൻസ് എത്രയാ? 3 വീതം കൂടി പോകുന്നുണ്ട് അല്ലേ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നോക്കൂ, അല്ലെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കൂ. ആണെങ്കിൽ ഞാൻ റീസൺ എന്ത് പറയും? ഡിഫറൻസ് ബിറ്റ്വീൻ 103 and 4. Okay, is the multiple of common difference. കേട്ടോ, അങ്ങനെ പറയാറുണ്ട്. ഇനി അതും അല്ലെങ്കിൽ ഈ കോമൺ ഡിഫറൻസ് ഉണ്ടല്ലോ 3, ആ 3 കൊണ്ട് ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കും. ഫസ്റ്റ് ടൈമിനെ 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ശിഷ്ടം വരും. മറ്റേതിനെ അതേപോലെ ആയിരിക്കും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 ശിഷ്ടം വരും. അപ്പം ഈ ശിഷ്ടം 1 എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെയും അതുപോലെ 103 എന്ത് ചെയ്യുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3, 9, 13, 12, ശിഷ്ടം 1 വരുന്നത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അതായത് ടേമിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ സീരീസിലെ ടേമിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 1 കിട്ടുന്നുണ്ട്. അതുപോലെ 103നെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടുന്നു. അതുകൊണ്ട് അത് സീരീസിലെ പദമാണ് എന്ന് പറയാം.